എം ശ്രീ പദ്ധതി വഴി നടപ്പാക്കുന്നത് RSS അജണ്ടയെന്ന് AYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ. വിഷം വിദ്യാഭ്യാസത്തിലൂടെ കലർത്താനാണ് ശ്രമം. AIYF അഭിപ്രായം പറയുന്നത് കൊടി നോക്കിയല്ല, വരാനിരിക്കുന്ന തലമുറയെ ബാധിക്കുന്ന നെറികേടിനെതിരെയുള്ള പോരാട്ടമാണെന്ന് അരുൺ അവകാശപ്പെട്ടു. ഇതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ള വിഷയമാണ്. അത് ദേശീയ അടിസ്ഥാനത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ക്യാബിനറ്റിൽ പോലും വെക്കാതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആലോചിക്കാതെ, വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളുമൊക്കെയായി വളരെ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിക്ക് എവിടെയാണ് മാറ്റം സംഭവിച്ചത് എന്ന് അദ്ദേഹം പറയുവാൻ തയ്യാറാകണം. ഇന്നലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനം കേട്ടവർക്കറിയാം. അദ്ദേഹം ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, NEPക്ക് എന്താണ് കുഴപ്പമെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞപ്പോൾ, ഒരു ഇടതുപക്ഷ മന്ത്രി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും സ്തബ്ധരായി പോയി. NEPയുടെ കുഴപ്പമെന്താണ് എന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് അറിയില്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടി എന്ന കമ്മ്യൂണിസ്റ്റിന് നയവ്യതിയാനമുണ്ടായി എന്ന് ഈ കേരളീയ സമൂഹം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടാകും. PM ശ്രീ വിഷയം കൃത്യമായി പഠിക്കാൻ മന്ത്രിമാരായ K. രാജനെയും P. പ്രസാദിനെയും ചുമതലപ്പെടുത്തിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. 27-ന് നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ റിപ്പോർട്ട് സമർപ്പിക്കും. പദ്ധതി എന്തുകൊണ്ട് എതിർത്തു എന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീ പദ്ധതിക്കായി എന്ത് സമ്മർദ്ദമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിക്ക് മേൽ സംഘപരിവാർ സമ്മർദ്ദം ചെലുത്തുന്നു. 10-ാം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ എന്തോ കുഴപ്പം സംഭവിച്ചു. 16-ന് ഒപ്പുവെച്ചിട്ടാണ് മന്ത്രിസഭാംഗങ്ങളെ കബളിപ്പിച്ചത്. ബിനോയ് വിശ്വത്തിന്റെ ചോദ്യങ്ങൾക്ക് CPM മറുപടി നൽകണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ CPIയെ മാത്രമല്ല ഇരുട്ടിലാക്കിയിരിക്കുന്നത്, കേരളത്തെ മുഴുവൻ ഇരുട്ടിലാക്കിയിട്ടാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഈ എഗ്രിമെന്റ് 10-ാം തീയതി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും അമിത്ഷായെയും കണ്ടത് 16-ാം തീയതി തന്നെ ഇത് ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പുറത്തു പറയണം. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത്? ഏത് തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇതിന്റെ പുറകിൽ നടന്നിരിക്കുന്നത്? എന്ത് ഗൂഢാലോചനയാണ് ഇതിന്റെ അകത്ത് പുറകിൽ നടന്നിരിക്കുന്നത് എന്ന് പുറത്തു വരണം. കാരണം മുന്നണിയിൽ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തില്ല, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു, ക്യാബിനറ്റിൽ ചർച്ച ചെയ്തില്ല. അക്ഷരാർത്ഥത്തിൽ CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി പോലും അറിഞ്ഞിട്ടില്ല. ആരോരും അറിയാതെ, മന്ത്രിസഭാംഗങ്ങൾ പോലും അറിയാതെ ഇത്ര രഹസ്യ സ്വഭാവത്തിൽ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് ഈ PMCയിൽ ഒപ്പുവയ്ക്കാനുള്ള അതിന്റെ പുറകിലുള്ള ദുരൂഹതയാണ് ഇനി മറനീക്കി പുറത്തു വരേണ്ടത്. എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായിരിക്കുന്നത്?